എൻ്റെ ചോദ്യം, ഈ ഉറൂസ് കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? അവിടെ കിട്ടുന്ന കളക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അന്നദാനവും അതുപോലെ തന്നെ ഈ പള്ളി ദർസ് നടത്തിപ്പിന് വേണ്ടിയിട്ട് ഉള്ള അതേപോലുള്ള നല്ല നല്ല കാര്യങ്ങൾക്കും ഖുർആൻ പഠിപ്പിക്കുന്നതിനും വേണ്ടിയൊക്കെയാണ് ആ പൈസ ചിലവാക്കുന്നത്. അതുകൊണ്ട് അത് എല്ലാം നല്ല കാര്യത്തിനല്ലേ ഈ പൈസ ചിലവാക്കുന്നത്? അവിടുന്ന് പിന്നെ അത് മാത്രമല്ല, ഈ പരിപാടിയിൽ പിന്നെ അവിടെ മതപ്രഭാഷണവും അതുപോലെ തന്നെ ദീനി ക്ലാസ്സുകളും മറ്റുമൊക്കെയാണ് അതോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്നത്. അതിലൊക്കെ എന്താണ് തെറ്റ്? ഉറൂസ് കഴിക്കുക എന്ന അടിസ്ഥാനം തന്നെ പ്രമാണ വിരുദ്ധമാണ്, വിലക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ കിട്ടുന്ന വരുമാനം എന്തിനുപയോഗിച്ചാലും ശരി, അത് ശരിയല്ല. ഒരു നല്ല രൂപത്തിൽ സമ്പാദിച്ച സമ്പാദ്യമല്ല നന്മക്ക് ഉപയോഗിക്കേണ്ടത്. ചൂഷണം ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് ഇപ്പം നന്മയല്ല എന്ത് ചെയ്താലും പ്രത്യേകിച്ച് പ്രയോജനമില്ലല്ലോ. അപ്പം നബിതങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചാണ് ലാ തജ്അലു ഖബ്രി ഈദ, എൻ്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്, ഒരു ആഘോഷ ഇടമാക്കി മാറ്റരുത്. നബി നമ്മോട് പ്രത്യേകമായി ആവശ്യപ്പെട്ട, നബി തങ്ങളുടെ വസിയ്യത്ത് പോലെ പഠിപ്പിച്ച കാര്യമാണ്. ലാ തജ്അലു ഖബ്രി ഈദ, എൻ്റെ ഖബറിനെ നിങ്ങൾ ഒരു ആഘോഷ കേന്ദ്രമാക്കി, ആഘോഷ ഇടമാക്കി മാറ്റരുത്. ആ ഹദീസിന് നേരെ വിരുദ്ധമാണ് ഖബറിൽ ഉറൂസ് നടത്തുന്നത്. ഉറൂസ് എന്ന വാക്ക് തന്നെ യഥാർത്ഥത്തിൽ ആഘോഷത്തിന് വിരുദ്ധമായതാണ്. അത് വന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഖബറിൽ വിശ്വാസിയായ മനുഷ്യൻ മറമാടപ്പെട്ട് കഴിഞ്ഞാൽ അവനോട് മലക്കൾ പറഞ്ഞ് ഉറങ്ങുക, നം കനൗമത്തിൽ അറൂസ്, പുതുമണവാളൻ ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ എന്ന് പറയുന്നതാണ്. ആ വാക്കിന്നാണ് ഈ ഉറൂസ് എന്നുള്ള വാക്ക് വന്നത്. ഞാൻ മനസ്സിലാക്കാൻ തെറ്റുണ്ടോ എനിക്കറിയില്ല. ഏതായിരുന്നാലും ഖബർ ഒരു ആഘോഷ കേന്ദ്രമായോ ആളുകൾ വന്നുകൂടുന്ന അങ്ങനത്തെ പ്രത്യേകമായ ഇടമായോ മാറേണ്ടുന്ന ഒന്നല്ല. ഖബർ ഒരു ചാൺ മാത്രം ഉയർത്തപ്പെട്ട് അനാദരിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഖബർ. അല്ല ഖബറിങ്ങൾ വന്ന ആൾ കൂടുക, അവിടെ ഒച്ചപ്പാടും ബഹളും ആഘോഷം ആർഭാടുണ്ടാവുക, അവിടെ പണം വരിക, അങ്ങനത്തെ രീതി ഇസ്ലാം പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല ഈ ഹദീസിലൂടെ വിലക്കുകയും ചെയ്തു. ഇപ്പം നബിതങ്ങൾ വഫാത്താകുമ്പോൾ നബിതങ്ങളുടെ ഖബർ നബിതങ്ങളുടെ വീട്ടിൽ തന്നെയാണല്ലോ. ആയിഷ ബീവിയുടെ റൂമിലാണ് നബി തങ്ങളെ മറമാടപ്പെട്ടത്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നബിയുടെ വഫാത്തിനു ശേഷം അവർ ജീവിച്ചതും അവിടെ നന്മകൾ നടന്നതും നബി തങ്ങളെ ഖബറിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടല്ല. സ്വഹാബികൾക്കാർക്കും അങ്ങനെ ഒരു രീതി തൊട്ട് പരിചയവുമില്ല. നബി തങ്ങൾ വഫാത്തായപ്പോൾ നബിയുടെ ഭാര്യമാർ വലിയ പട്ടിണിയിലേക്ക് മാറി. അല്ലെങ്കിലേ പട്ടിണിയാണ്, വഫാത്തോട് കൂടി കൂടുതൽ പട്ടിണിയായി. അവസാനം അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങളുടെ ഭാര്യമാർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ എൻ്റെ വക ഞാൻ കൊടുക്കാം. അങ്ങനെ അവരുടെയൊക്കെ വീടുകളിലേക്ക് അബ്ദുറഹ്മാൻ ഔഫിൻ്റെ ദാനമായി അവിടെ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരപ്പെടുമായിരുന്നു. ആയിഷ ബീവി പറഞ്ഞില്ല, വേണ്ട അബ്ദുറഹ്മാൻ, ഈ ഖബറിന് പുറത്ത് വരുന്ന സിയാറത്തിന് വരുന്ന മനുഷ്യന്മാർ എടുക്കുന്ന ഈ കാരക്കയും ഈത്തപ്പഴം ഗോതമ്പും ഇവിടെ ഇടുന്ന മറ്റു പഴങ്ങളും പണവും കൊല്ലത്തിലേക്ക് അടുത്തുള്ള ഉറൂസും അതൊക്കെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ വകുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു രീതി അവിടെ ഇല്ല. സ്വഹാബിമാർക്കാർക്കും അത് പരിചയവുമില്ല, താബിഈങ്ങൾക്കും അത് പരിചയമില്ല. അന്നൊന്നും ഒരു ഖബർ അങ്ങനെ പ്രത്യേകമായി കൊണ്ടുവന്നിട്ടില്ല. ഇമാം ഷാഫിക്ക് പറഞ്ഞു, ഒരു മഖ്ലൂക്കും അങ്ങനെ ബഹുമാനിക്കപ്പെടുന്നത് ആ തരത്തിൽ ആദരിക്കപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് നേരത്തെ ഇവിടെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇല്ലാത്ത കെട്ടുയർത്തൽ വന്നപ്പോഴാണ് പിന്നെ അവിടെ ഉറൂസും അതേപോലെ അതിൻ്റെ ഭാഗമായി പെട്ടിവരവും വരുമാനങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ വരുമാനം എന്തിനു ഉപയോഗിക്കുന്നു എന്നല്ല, ആ വരുമാനം എങ്ങനെ വരുന്നു എന്നാണ് പ്രധാനം. എങ്ങനെ വരുന്നു? മനുഷ്യന്മാർക്ക് ദീനിനോടും മഹാന്മാരോടുമുള്ള സ്നേഹത്തെ മറയാക്കി അത് ചൂഷണം ചെയ്തിട്ടാണ് ആളുകളിൽ നിന്ന് ഈ പണം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് വരുമാന മാർഗം തെറ്റാണ്. ഇനി അത് ഏത് നല്ല വഴിക്ക് ചെലവഴിച്ചാലും കാര്യം. പൊതുവെ ഈ വക ഏതു മതത്തിൻ്റെ പേരിൽ ഇത്തരം എന്ത് തട്ടിപ്പുകൾ വന്നാലും അവിടെയൊക്കെ ഒരു പൊതു നയമാണ് കുറേ പൈസ നല്ലതിന് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ കുറേ ആൾ ദൈവങ്ങളുണ്ടല്ലോ, ആണും പെണ്ണൊക്കെ ആയ പല അമ്മമാരും ബാബമാരും ഒക്കെ പല ആൾ ദൈവങ്ങളുമുണ്ട്. അവരൊക്കെ ഒരുപാട് ജീവകാരനെ പുറത്ത് നടത്തുന്നു, ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നു, ഒരുപാട് സാധുക്കളെ സഹായിക്കുന്നു. ആ ആളുകൾ ചോദിക്കാം, എന്തായാലും ഇപ്പോൾ കാര്യമല്ലേ, കുറേ മനുഷ്യന്മാർക്ക് ലാഭമുണ്ടല്ലോ, ഒരു തറവാട്ടിൽ നിന്ന് പറമ്പിൽ നിന്ന് തേങ്ങ വിറ്റ പൈസ അല്ലേ കൊണ്ടുവന്നത്. നാട്ടുകാർ മതത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ പറഞ്ഞ് ചൂഷണം ചെയ്ത് കിട്ടുന്ന പണമാണ് ഈ വിനിയോഗിക്കുന്നത്. അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയേ ഇല്ല. ഇനി അവിടെ മതപ്രഭാഷണം ഉണ്ട്, എന്ത് മതപ്രഭാഷണം ചെയ്യാൻ പാടില്ല ഒരു കാര്യം ചെയ്ത് അവിടെ പിന്നെ മതപ്രഭാഷണം പറയുമ്പോൾ ആ പ്രഭാഷണത്തിന് എന്താ പ്രസക്തി ഉള്ളത്? നമ്മളിപ്പോൾ വായിച്ചു കിതാബുകൾ, അവരൊക്കെ എഴുതി പഠിപ്പിച്ചെന്താ, ഉയർത്തപ്പെടാൻ പാടില്ല, ഉയർത്തിയാൽ പൊളിച്ചു മാറ്റണം. പൊതു ഖബർസ്ഥാനിൽ പ്രത്യേകിച്ചും അത് ഹറാമാണ്, നിർബന്ധമായും പൊളിച്ചു മാറ്റണം എന്നല്ലേ പഠിപ്പിച്ചത്. ഇപ്പം നമ്മളെ വാഴക്കാടടക്കം അവിടുത്തെ പള്ളിലാസിലടക്കം മോദന കിതാബിലൊക്കെ കാണും, നിർബന്ധമായും പൊളിച്ചു മാറ്റണം പൊതു ഖബർസ്ഥാനാണെങ്കിൽ. അതേ പൊതു ഖബർസ്ഥാനിൽ അതേ മൂല്യന്മാരുടെ നേതൃത്വത്തിൽ അവിടെ ഉയർത്തും ചെയ്യാം.
എന്നാൽ അവിടെ വഴുതു പറയുന്നുണ്ടല്ലോ, അവിടെ കിട്ടുന്ന പൈസ നല്ലത് ചിലവഴിക്കണ്ടല്ലോ. എന്നാൽ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ തന്നെ വകുപ്പില്ല, പിന്നല്ലേ ചിലവഴിക്കൽ. പണ്ട് KCA പൊറുക്കുമൊഴി പറയുമായിരുന്നു അത്രേ, ഒരാൾ വന്ന് ചോദിച്ചു, ഉസ്താദെ തെങ്ങുമ്മ കയറാൻ പാടുണ്ടോ എന്ന്. അതിനിപ്പോൾ എന്താ കുഴപ്പം, തെങ്ങുമ്മ കയറാലോ പറഞ്ഞു. തെങ്ങുമ്മ കയറി തേങ്ങ ഇടാൻ പറ്റുമോ ചോദിച്ചു. തെങ്ങുമ്മ കയറി തേങ്ങ ഇടുക, അതിനെന്താ കുഴപ്പം. ഇട്ട തേങ്ങ പെറുക്കിക്കൊണ്ടാകാൻ പറ്റുമോ ചോദിച്ചു. ഒരു കുഴപ്പമില്ല, പെറുക്കിക്കൊണ്ടാകാം. അതുകൊണ്ട് അരച്ച് തിന്നാൻ പറ്റുമോ? പ്രശ്നമൊന്നുമില്ല. പക്ഷെ തെങ്ങ് ആരാൻ്റെ തെങ്ങാന്ന് മാത്രം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പം ഇതൊക്കെ ആരാൻ്റെ തെങ്ങാകുമ്പോഴോ അനുവാദമില്ലെങ്കിൽ കയറാനും പറ്റൂല, തേങ്ങ ഇടാനും പറ്റൂല, കൊണ്ടുപോകാനും പറ്റൂല, അരക്കാനും പറ്റൂല, തിന്നാനും പറ്റൂല എന്ന് പറഞ്ഞ പോലെ ന്യായമല്ലാത്ത വഴിയിൽ പണം വന്നിട്ട് അത് പിന്നെ നന്മക്കല്ലേ ചിലവഴിക്കണത്. സാധുക്കൾക്ക് സഹായിക്കല്ലേ, കുട്ടികളെ കെട്ടിക്കല്ലേ, യതീമകളെ സഹായിക്കല്ലേ, പള്ളിദോസക്കല്ലേ, മദ്രസനല്ലേ എന്ന് പറഞ്ഞാൽ അതൊന്നും ന്യായമല്ല. അത്തരം വരുമാന മാർഗങ്ങളൊന്നും ഇസ്ലാം അനുവദിച്ച വരുമാന മാർഗങ്ങളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, 1-2 ആളുകൾ കൂടി അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ സമയം പരിമിതമാണ്. വളരെ എളുപ്പത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കുക. 2 ആൾക്ക് കൂടിയാണ് ഇനി അവസരം ഉണ്ടാകുക. ഇൻഷാ അല്ലാഹ്. ഹലോ. അപ്പോൾ അവിടെ പിരിഞ്ഞു കിട്ടുന്ന ഈ കാശ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഖുർആൻ ഹാഫിളാക്കുക പോലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഹറാമായിട്ടാണോ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അവിടെ അങ്ങനെ പിരിഞ്ഞ് കിട്ടാൻ തന്നെ പാടില്ല, അതാണ് അസ്ലി. പിന്നല്ലാതെ എന്തിനുപയോഗിക്കാന്നില്ല. ഖുർആൻ ഇഫ്ലാക്കാൻ ഉപയോഗിച്ചാലും വേണ്ടില്ല, കിതാബ് ഇഫ്ലാക്കാൻ ഉപയോഗിച്ചാലും വേണ്ടില്ല, എന്തിനുപയോഗിച്ചാലും അങ്ങനെ പണം പിരിക്കാൻ തന്നെ വകുപ്പില്ല, ഒരു ന്യായമില്ല. ഒരാളുടെ പണം നമുക്ക് വാങ്ങാൻ അനുവാദമുള്ളത് ഒന്നുകിൽ കച്ചവടത്തിലൂടെ അവൻ്റെ പണം വാങ്ങുന്നു, അത് തുല്യമായ മൂല്യമുള്ള വസ്തു അങ്ങോട്ട് കൊടുക്കുന്നു, അവിടെ പോലും ചൂഷണം വന്ന ഹറാമായി. അധിക വിലട്ട് കൊള്ളലാഭെടുത്ത് കച്ചവടം ചെയ്താൽ ഹറാമാണല്ലോ. വസ്തു കൊടുക്കുന്നതിന് പകരം എന്നിട്ട് പോലും അതിന് അവൻ അറിയില്ല എന്നതിനെ ഉപയോഗപ്പെടുത്തി കൊള്ളലാഭം ഉണ്ടാക്കിയാൽ അത് പോലും പാടില്ലാത്തതായി മാറി. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പ് നടത്തിയാൽ പാടില്ലാത്തതായി മാറി. അഴിബുള്ള വസ്തു, ന്യൂനതയുള്ള വസ്തു ന്യൂനത മറച്ചു വെച്ചു കച്ചവടം ചെയ്താൽ അവനെ വഞ്ചിക്കലായി മാറി, ഹറാമായി മാറി. അപ്പോൾ ഒരാളെ പണം വാങ്ങാൻ നമുക്കുള്ളത് ഒന്നുകിൽ ഒരു വസ്തു കൊടുത്ത് അവനുമുള്ള കച്ചവടങ്ങൾ, അല്ലെങ്കിൽ കടം വാങ്ങലുകൾ, അതല്ലെങ്കിൽ അവനിൽ നിന്ന് സമ്മാനമായി കിട്ടുന്ന ഗിഫ്റ്റുകൾ, അതുമല്ലെങ്കിൽ സ്വതക്കയായി ദാനധർമ്മമായി നൽകുന്ന വഴികൾ. ഇതൊന്നുമല്ലാതെ മതത്തിന്റെ പേര് പറഞ്ഞ് ഇല്ലാത്ത വഴിയുണ്ടാക്കി അത് പുണ്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകൾ കൊണ്ടുവന്ന് അതിലേക്ക് പണം ഈടാക്കുന്നുവെങ്കിൽ അതിനാണ് ആത്മീയ ചൂഷണങ്ങൾ എന്ന് പറയുക. മതത്തിന്റെ മറവിലുള്ള കച്ചവടങ്ങൾ. മതം കച്ചവടവൽക്കരിക്കാൻ പാടില്ല. ദീനൊരിക്കലും കച്ചവട വസ്തുവാക്കേണ്ടതില്ല. ദീന് വിറ്റ് കിട്ടുന്ന പണം എത്ര നന്മക്ക് ഉപയോഗിച്ചാലും ശരി, അതിൻ്റെ അടിസ്ഥാന സ്രോതസ് ശരിയല്ലാത്തത് കൊണ്ട് ഇനി ഏത് വഴിക്ക് ചെലവഴിച്ചാലും അതൊന്നും പ്രത്യേകിച്ച് ഒരു പ്രയോജനമൊന്നുമില്ല. മുമ്പ് കവി പറഞ്ഞിട്ടുണ്ട്, കവി അയാളെ കാലത്തുള്ള ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞാൽ അവളിങ്ങനെ വേശ്യാവൃത്തിക്ക് പോകും, എന്നിട്ട് കുറേ പൈസ ഉണ്ടാക്കും, ആ പണം കൂടെ സ്വതക്ക ചെയ്യും. അവളെ പറ്റി കവി പറഞ്ഞതാ, നീ വ്യഭിചരിക്കാനും പോണ്ട, സ്വതക്ക ചെയ്യും വേണ്ട, പെരീ കുത്തന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ ഹറാമായ വഴികളിൽ, തെറ്റായ വഴികളിൽ, ചൂഷണ മാർഗങ്ങളിൽ എന്തു പണം എവിടുന്ന് കിട്ടിയാലും ആ പണം വാങ്ങാൻ തന്നെ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അത് എന്തിന് ചെലവഴിച്ചാലും അത് ന്യായമായ ചെലവഴിക്കലല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം.